കേരള പ്രൈം ടൂഡർ പ്രേക്ഷകർക്ക് നമസ്കാരം. നമുക്കിന്ന് ഒരു വിശേഷപ്പെട്ട അതിഥിയുണ്ട്. ഇദ്ദേഹമാണ് അതിഥി. ഇപ്പം നമ്മളുള്ളത് കിഴക്കേക്കല്ലടയിലെ പടപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. പടപുഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിഴക്കേക്കല്ലട പവിത്രേശ്വരം പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമാണ് പടപുഴ. കൂടാതെ ചിറ്റുമലച്ചിറ, അതായത് ചിറ്റുമല കുന്നിന് താഴെ നിന്നും ആരംഭിക്കുന്ന ചിറ്റുമലച്ചിറ സമാപിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ കാണുന്നത്. ഈ വിദേശി നമ്മുടെ നാട്ടിലെത്തി, പടപുഴ ചിറയിലെത്തി, ചിറ്റുമലച്ചിറയുടെ ഭാഗമായ പടപുഴയിലെത്തി അദ്ദേഹം ചൂണ്ടയിടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇദ്ദേഹം ന്യൂസിലൻഡിൽ നിന്നുമാണ് എത്തിയിരിക്കുന്നത്. ജെയിംസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം വിനോദസഞ്ചാരിയായിട്ടല്ല ഇന്ന് നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്നത്. കാരിവേലി സ്വദേശിനി ഷീജ തങ്കച്ചൻ്റെ ഭർത്താവാണ്. ഷീജ തങ്കച്ചനെ വിവാഹം കഴിച്ചു. അങ്ങനെയാണ് ഇദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെത്തുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലെത്തുന്നത്. ഈ കേരളത്തെക്കുറിച്ചും നമ്മുടെ നാടിനെക്കുറിച്ചും ഒക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാനുള്ളത് ഇതാണ്. Kyle from New Zealand. Come for a few weeks to Kerala. Bring the wife and the grandson to see his grandparents. A beautiful country, nice and warm, amazing people, and certainly enjoying my time here. കല്ലട നാടിൻ്റെ ആ പ്രകൃതി രമണീയത ഉള്ള ഒരു പ്രദേശമാണ് പടപുഴ. പടപുഴ ചിറയാണ് ഈ കാണുന്നത്. ഈ ചിറയ്ക്ക് ചുറ്റും നമുക്ക് കാൽനടയായിട്ട് സഞ്ചരിക്കുവാനും അതോടൊപ്പം തന്നെ ഈ പ്രകൃതി ഭംഗി, ഇന്ന് അതിനുമനോഹരമായ ഈ ഭംഗി ആസ്വദിക്കാനും ഒക്കെ സാധിക്കും. ജെയിംസ് എന്ന ന്യൂസിലൻഡ് നിന്നെത്തി അദ്ദേഹം പറഞ്ഞതുപോലെ പ്രകൃതി ഒരുക്കിയ ഭംഗി ഏറെയുള്ള സ്ഥലമാണ് പടപുഴച്ചിറ. നിരവധി ആളുകളാണ് നമ്മുടെ ഈ ചിറയുടെ ഭംഗി ആസ്വദിക്കാനായി മറ്റ് ദേശങ്ങളിൽ നിന്ന് എത്താറുള്ളത്. ചിറയുടെ സൈഡിലൂടെയുള്ള വരമ്പിലൂടെ ഈ ചിറയ്ക്കും ചുറ്റും നമുക്ക് നടക്കാൻ സാധിക്കും. അങ്ങനെ ആ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും. 2 വർഷങ്ങൾക്ക് മുമ്പ് താമര പൂത്തപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ നാട്ടിലേക്ക് ആ താമര പാടം കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നതും. ഇന്ന് ഇപ്പോൾ ന്യൂസിലൻഡിനെത്തിയിരിക്കുന്ന ജെയിംസ്, അദ്ദേഹം ഒരു ഫിഷിംഗ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ നമ്മുടെ നാടിൻ്റെ ഭംഗി ആസ്വദിക്കുക കൂടിയാണ് അദ്ദേഹം പുതിയ തലമുറ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയുള്ള ചൂണ്ടയുമായാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് കാണാം, അദ്ദേഹം ചൂണ്ട എറിഞ്ഞ് മീൻ പിടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ഇവിടെ ഈ ചിറയിൽ വലിയ മീനുകളുണ്ട്. അതാണ് നമ്മളിപ്പോൾ കാണുന്ന ഫോട്ടോയിൽ കാണുന്നത്. 2 ദിവസം മുമ്പ് ഇദ്ദേഹം പടവഴ സ്വദേശിയായ വിജിനേഷ് എന്ന ഇദ്ദേഹം പിടികൂടിയ മീനുമാണ്. ഇതിലും വലിയ മീനുകൾ നമ്മുടെ പടവഴ ചിറയിലുണ്ട്. പല ആളുകൾക്കും കിട്ടാറുണ്ട്. ഇപ്പം ഇത്തരത്തിലുള്ള ചൂണ്ട, അതായത് ജെയിംസ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചൂണ്ടകൾ ഇവിടെ ഒരുവിധപ്പെട്ട ആളുകളുടെ കയ്യിലെല്ലാം ഉണ്ട്. വൈകുന്നേരങ്ങളിലും രാവിലെകളിലുമൊക്കെ ഈ ചിറയ്ക്ക് ചുറ്റും നിരവധി ആളുകളാണ് ചൂണ്ടയിടാനായിട്ട് എത്തുന്നത്. ഇപ്പം നമുക്ക് വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ഒരു വിദേശി എത്തിയിരിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അയാളൊരു വിനോദസഞ്ചാരിയായിട്ടല്ല ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിൻ്റെ മരുമകനായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് എന്താ പറയുന്നത്, മരുമകനായിട്ടല്ല മകനായിട്ട് തന്നെ കാണണം. പിന്നെ അതിഥി ദേവോ ഭവ എന്നാണ് നാം പഠിച്ചിട്ടുള്ളത്. കണ്ടോ, ഇതാണ് നമ്മുടെ പടവഴയുടെ മനോഹാരിത. ചിറ ഏതാണ്ട് ഏക്കർ കണക്കിന് വരുന്ന പുഞ്ചപ്പാടമാണിത്. ഇപ്പോൾ കൃഷി നിലച്ചത് കാരണം വെള്ളം കയറുമ്പോൾ ഇതിനെ നമ്മൾ ചിറ എന്ന രീതിയിലാണ് നമ്മൾ ഇതിനിപ്പോൾ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കല്ലടയിലെ പുഞ്ചപ്പാടം കൃഷിസ്ഥലമായിരുന്നു ഇത്. ഇതിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമാണ് പടപുഴയിലെ കൃഷി സ്ഥലത്തിനുള്ളത്. ഇവിടെ വലിയ കർഷക സമരങ്ങൾ നടന്ന സ്ഥലം കൂടിയാണ് പടപുഴ ചിറ. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഭംഗി ആസ്വദിച്ച് ചൂണ്ടയിടുന്ന ന്യൂസിലൻഡിൽ നിന്നെത്തിയ ജെയിംസിനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹം ചൂണ്ടയിടിയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ മീനെ കിട്ടാതെ, അങ്ങനെ നമുക്ക് പെട്ടെന്ന് മീനെ കിട്ടില്ല. ഈ ചൂണ്ടയിടിയിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ക്ഷമയുള്ള ഒരു കല എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ചൂണ്ടയിടിയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ അളിയൻ ജോബിനാണ്. അപ്പം പടവഴയുടെ ഈ മനോഹാരിത ആസ്വദിക്കുവാനും ഇത് പുറം ലോകത്തൊക്കെ എത്തിക്കുവാനും ജെയിംസിന് സാധിക്കട്ടെ. അതിന് ജെയിംസിനെ ഇവിടെ എത്തിച്ച ജോബിനും നമ്മൾ നന്ദി പറയുകയാണ്.